തുടങ്ങാം കേട്ടോ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ് 104 ആണേ. ഇതിലത്തെ കുറച്ച് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് 108 നെക്സ്റ്റ് എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കുറച്ച് സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ് നമ്മൾ ഇന്നലെ ഓർഡിനൽ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കേട്ടു, ഓർഡിനൽ റേഷ്യോ. അപ്പോൾ അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് 104 അത് പറയുന്നത്. സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ്. Measurement is a process that involves assigning numbers to observations in a meaningful manner. മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുക ഒരു മീനിങ് മാനറിൽ. ഇപ്പോൾ ഒരു സ്കെയിൽ നമ്മൾ വെറുതെ വെച്ച് ഒരു വര വരച്ചിട്ട് അത് മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആ ലൈനിനൊരു നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുക. അത് മീനിങ് ആയിട്ടുള്ള രീതിയിൽ അതിനൊരു നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് മെഷർമെന്റ്. വേരിയേഷൻ ക്യാൻ എക്സിസ്റ്റ് ഇൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ദ ഒബ്സർവേഷൻസ്. അപ്പം നമ്മുടെ ഒബ്സർവേഷൻസിൽ ചിലപ്പോൾ എന്തുണ്ടായിരിക്കാം? വേരിയേഷൻസ് ഉണ്ടായിരിക്കാം. നമുക്കൊരു കുറച്ച് മെഷർമെന്റ്സിൽ നമുക്ക് എന്താവും, സ്കെയിൽ വെച്ചിട്ടാണെങ്കിലും എന്താണെങ്കിലും കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും നമ്മുടെ മെഷർമെന്റിൽ. ഫോർ എക്സാമ്പിൾ 1 kilogram ഓഫ് വീറ്റ് ഈസ് ഹാഫ് ഓഫ് 2 kilogram ഓഫ് വീറ്റ്. കണ്ടോ, 1 kilogram എന്ന് പറയുന്നത് എന്താ? 2 kilogramന്റെ പകുതിയാണ്. ഹിയർ വാട്ട് ഈസ് മെഷർഡ് ഇൻ ടേംസ് ഓഫ് വെയിറ്റ്. whereas ranks can be assigned to the students based on their performance in mathematics. ഇവിടെ ഉണ്ടോ 1 kilogram 2 kilogram എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? ഇൻ ടേംസ് ഓഫ് വെയിറ്റിലാണ് നമ്മളത് മെഷർ ചെയ്ത് പറഞ്ഞത്. ഇനി റാങ്ക് അസൈൻ ചെയ്യാം. റാങ്ക് ക്യാൻ ബി അസൈൻഡ് ടു സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ ദെയർ പെർഫോമൻസ് ഇൻ മാത്തമാറ്റിക്സ്. ഫോർ എക്സാമ്പിൾ എ സ്റ്റുഡൻറ് ഹു ഹാസ് അച്ചീവ്ഡ് ഫസ്റ്റ് റാങ്ക് മേ ഹാവ് ഒബ്റ്റെയിൻഡ് 95 മാർക്സ്. കണ്ടോ, 95 മാർക്ക് കിട്ടിയ ആൾക്ക് നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുത്തു. whereas a student obtaining second rank may have 80 marks. A student obtaining third rank 22 may have obtained 79 marks. ഉണ്ടോ? അപ്പോൾ ഇവിടെ റാങ്ക് കൊടുത്തത് എന്താ? നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെ പറഞ്ഞു, മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ ഇവിടെ എന്താ ചെയ്തത്? 2 കിലോഗ്രാമിന്റെ പകുതിയാണ് 1 കിലോഗ്രാം. ഇവിടെ ഫസ്റ്റും സെക്കൻഡും നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഫസ്റ്റും സെക്കൻഡും ഉണ്ട്, പക്ഷെ അത് വെയിറ്റിന്റെ പേരിലാണ്. ഇവിടെ മെഷർമെന്റിന്റെ നമ്മൾ ഇന്നലെ പറഞ്ഞ സാധനമില്ലേ, ഡിഗ്രി ഓഫ് ഡിഫറൻസ്, അത് സെയിം ആണ്. ഇവിടെ ഡിഗ്രി ഓഫ് ഡിഫറൻസ് സെയിം ആയിരിക്കും. പക്ഷെ റാങ്ക് കൊടുക്കുന്നതിൽ എന്തല്ല, അവിടെ ഡിഫറൻസ് സെയിം അല്ല. കണ്ടോ, ഒന്ന് 95, പിന്നൊന്ന് 80, പിന്നൊന്ന് കിടക്കുന്നത് 79 മാർക്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ 22. ഇതൊക്കെ ആയിരിക്കാം മാർക്കുകൾ. അപ്പോൾ അവിടെ ഡിഗ്രി ഓഫ് ഡിഫറൻസ് സെയിം ആയിരിക്കില്ല. ആസ് ക്യാൻ ബി സീൻ ദ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ബോത്ത് ദ എക്സാമ്പിൾസ് ആർ ഡിഫറെൻറ്റ്. ഇവിടെ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് രണ്ടിലും എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഒന്ന് വെയിറ്റിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞു, പിന്നെ ഒന്ന് റാങ്ക് ബേസ് ചെയ്തിട്ട് പറഞ്ഞു. ഇവിടെ ഡിഗ്രി ഓഫ് ഡിഫറൻസ് ഒന്നും സെയിം അല്ല. ഇവിടെയാണ് നമ്മൾ സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ് സ്റ്റാറ്റിയിൽ യൂസ് ചെയ്യുന്നത്. 4 ടൈപ്സ് ഓഫ് മെഷർമെൻ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നോമിനൽ സ്കെയിലാണ് ആദ്യം വരുന്നത്. നോമിനൽ, ഓർഡിനൽ, ഇൻട്രവൽ ആൻഡ് റേഷ്യോ സ്കെയിൽ. അങ്ങനെ 4 സ്കെയിൽ: നോമിനൽ, ഓർഡിനൽ, ഇൻട്രവൽ, റേഷ്യോ സ്കെയിൽ. ഇത് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ടും പഠിക്കണം വിത്ത് എക്സാമ്പിൾസ്. ഇതിൽ എക്സാമ്പിൾ അടക്കം നമുക്ക് പഠിക്കേണ്ടതാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യരുത്. എക്സാമ്പിൾ അടക്കം നമുക്ക് ഇതിൽ തന്നെ എക്സാമ്പിൾ എഴുതണം എന്നില്ല, നമുക്കറിയാവുന്ന എക്സാമ്പിൾസ് എഴുതിയാലും മതി. ആദ്യത്തെയാണ് നോമിനൽ സ്കെയിൽ. Nominal scale can be used to measure variables that are qualitative as well as exclusive in nature. For example, gender, religion and so on. നോമിനൽ സ്കെയിൽ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? നമ്പർ ഇല്ല, ക്വാളിറ്റേറ്റീവിലായുള്ള മെഷേഴ്സിന് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വേരിയബിൾസിനാണ് നമ്മൾ നോമിനൽ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. എക്സ്ക്ലൂസീവ് ഇൻ നേച്ചർ, ഫോർ എക്സാമ്പിൾ ജെൻഡർ, റിലീജിയൻ ആൻഡ് സോ ഓൺ. ജെൻഡർ എന്താ വരിക? മെയില്, ഫീമെയില്. റിലീജിയൻ ആണെങ്കിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ക്വാളിറ്റേറ്റീവിൽ. അപ്പം അതിന് നോമിനൽ സ്കെയിൽ യൂസ് ചെയ്യാം. ദ ടേം നോമിനൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ടേം നോമിനാലിസ് ദാറ്റ് റിലേറ്റ്സ് ടു നെയിം. ലാറ്റിൻ വേർഡായ നോമിനാലിസ് എന്നുള്ള വേർഡിൽ നിന്നാണ് നോമിനൽ എന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പേരെന്താ? നെയിം. സാധാ രീതിയിൽ തന്നെ നെയിം എന്നാണ് അതിന്റെ മീനിങ്. ദോ സച്ച് വേരിയബിൾസ് ആർ ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചർ, നമ്പേഴ്സ് ക്യാൻ ബി അസൈൻഡ് ടു ദിസ് വേരിയബിൾ. ഇതിന് നമുക്ക് നമ്പേഴ്സ് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടോ, നോമിനൽ സ്കെയിലിലേക്ക് വരുമ്പോൾ ഫീമെയിലിന് 1 കൊടുത്തു, മെയിലിന് 2 കൊടുത്തു. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് അവരുടെ പൊസിഷനെ കാണിക്കുന്നുണ്ടോ? ഇല്ല. ഫീമെയിലിന് നമ്പർ കൊടുത്തു എന്ന് വെച്ചിട്ട് ഫീമെയിൽസ് എപ്പോഴും ഫസ്റ്റ് റാങ്കിലാണ് അല്ലെങ്കിൽ ഒന്നാമതാണ്. മെയിൽസിന് 2 കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് എപ്പോഴും രണ്ടാമതാണ് അവരുടെ റാങ്ക് അല്ലെങ്കിൽ രണ്ടാമതാണ് അവരുടെ പൊസിഷൻ എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. ഇവിടെ വെറുതെ നമുക്ക് പേരിന് വേണ്ടി നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കാം. അതാണ് നോമിനൽ സ്കെയിൽ. ഫോർ എക്സാമ്പിൾ, വിത്ത് റിഗാർഡ് ടു ജെൻഡർ, മെയിൽസ് ക്യാൻ ബി അസൈൻഡ് ദ നമ്പർ 1. കേട്ടോ, ജെൻഡർ വെച്ച് നോക്കുകയാണെങ്കിൽ മെയിൽസിന് നമുക്ക് 1 എന്ന് കൊടുത്തു.
and females can be assigned the number 2 or vice versa. Similarly, with regard to religion, Christians can be assigned number 1, Hindus can be assigned the number 2, Jains can be assigned the number 3, Muslims can be assigned the number 4, and any other belonging to any other religion besides the one mentioned can be assigned the number 5. കണ്ടോ ഇത്രയൊക്കെ നമ്പർ അസൈൻ ചെയ്ത് കൊടുത്തു. എന്താണ് ക്രിസ്ത്യൻസിന് 1, ഹിന്ദുസിന് 2, മുസ്ലിംസിന് ജെയിൻസിന് 3, മുസ്ലിംസിന് 4, മറ്റേത് മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് 5. ഇതൊക്കെ കൊടുത്തു എന്ന് വെച്ചിട്ട് എന്താണ് ഇവര് ഇത് ഒരു പൊസിഷൻ പറയുന്നില്ല. ദീസ് നമ്പേഴ്സ് ഇൻ ദംസെൽസ് ഹാവ് നോ മീനിങ് ആൻഡ് പ്യുവർലി നോമിനൽ. ഇവൻ നമ്പർ കൊടുത്തു എന്ന് വെച്ചിട്ട് അതിന് പ്രത്യേകിച്ച് ഒരു മീനിങ്ങും ഇല്ല. എ ഹയർ നമ്പർ ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് എ ഹയർ വെയിറ്റേജ്. ഹയർ നമ്പർ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് does not indicate higher weightage. These are mainly for the sake of identification and do not imply that a certain category is better or worse than other. ജസ്റ്റ് ഒരു ഐഡന്റിഫിക്കേഷൻ മാത്രമായിട്ടാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത്, അല്ലാതെ അവിടെ ഒരു കാറ്റഗറൈസേഷൻ ഇല്ല. അപ്പോൾ ഹിന്ദുസിന് 1 കൊടുത്തു, ഹിന്ദുസ് എപ്പോഴും 1-ാമതാണ്, മുസ്ലിംസ് എപ്പോഴും 2-ാമതാണ്, ഇങ്ങനെയൊന്നുമില്ല. വെറുതെ ജസ്റ്റ് നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കാം. Such numbers cannot be subjected to any mathematical calculation. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്പേഴ്സ് എന്തെങ്കിലും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ഇവിടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്പർ അസൈൻ ചെയ്യൽ മാത്രം. നോമിനൽ സ്കെയിൽ ഓക്കെ ആണോ? മനസ്സിലായി. ഇനി അടുത്തത് ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിൽ ഇൻവോൾവ്സ് റാങ്ക്. ഇവിടെ റാങ്ക് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ 90 മാർക്ക് കിട്ടിയ ആൾക്ക് ഫസ്റ്റ് റാങ്ക്, 80 മാർക്സ് കിട്ടിയ ആൾക്ക് സെക്കൻഡ് റാങ്ക്, പിന്നെ 76 മാർക്ക് കിട്ടിയ ആൾക്ക് തേർഡ് റാങ്ക്. ഇവിടെ റാങ്ക് കറക്റ്റാണ്. ഫസ്റ്റ് റാങ്ക് എന്നുള്ളത് ഒരു പൊസിഷൻ, ഹൈ പൊസിഷനെ കാണിക്കുന്നു. അത് സെക്കൻഡ് റാങ്ക് നെക്സ്റ്റ് പൊസിഷൻ, ഇങ്ങനെ പൊസിഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓർഡർ സ്കെയിൽ ഇൻവോൾവ്സ് റാങ്ക്. ദാറ്റ് ഈസ് ദ ഡാറ്റ ക്യാൻ ബി അസൈൻഡ് റാങ്ക്സ് ബേസ്ഡ് ഓൺ വെദർ ദേ ആർ ലെസ് ഓർ മോർ, ലോ ഓർ ഹൈ, ബാഡ് ഓർ ഗുഡ് ആൻഡ് സോ. കണ്ടോ ഇവിടെ ഒരു കൃത്യമായിട്ട് ഒരു പൊസിഷൻ കാണിക്കുന്നുണ്ട്. എന്താ, കൂടുതലാണോ കുറവാണോ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ കാണിക്കും. The data is thus ranked in terms of its magnitude. The term ordinal is derived from Latin word ordinalis. രണ്ടും ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഒന്ന് നോമിനാലിസ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഓർഡിനാലിസ്, വിച്ച് ഇൻഡിക്കേറ്റ്സ് ഓർഡർ. ഓർഡർ എന്നാണ്, അതായത് കണ്ടില്ലേ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ്, തേർഡ്, അങ്ങനൊരു ഓർഡർ. For example, based on the performance of students in mathematics, they can be ranked. Thus, a student who secured first rank has performed better than a student who has secured second rank, and a student who has secured 10th rank has performed much lower than when compared to the students with the first and second rank. And ഇവിടെ ഒരു ഓർഡർ പറയുന്നുണ്ട്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് നല്ല മാർക്കാണ്, സെക്കൻഡ് റാങ്ക് കിട്ടിയ ആൾക്ക് അതിലും മാർക്ക് കുറവാണ്, 10ാമത്തെ റാങ്ക് കിട്ടിയ ആൾക്ക് ഈ 2 പേരെ അപേക്ഷിച്ച് വളരെ മാർക്ക് കുറവാണ്. ഇങ്ങനെ ഒരു കമ്പാരിസൺ നമുക്ക് പറയാനായിട്ട് പറ്റും. ഹലോ, ഇൻ ടേംസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? മാഗ്നിറ്റ്യൂഡ് നമുക്ക് കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. വേണ്ടില്ലേ, കൂടുതലാണോ കുറവാണോ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഇതാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു കറക്റ്റ് ഡയറക്ഷൻ ഉണ്ടായിരിക്കും. കൂടുതലാണോ കുറവാണോ, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ലോ ആണോ ഹൈ ആണോ, ബാഡ് ആണോ ഗുഡ് ആണോ, ലെസ് ആണോ മോർ ആണോ, ഇതാണ് മാഗ്നിറ്റ്യൂഡ്. നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡയറക്ഷൻ ആണ്. ഒരു പോസിറ്റീവ് ഡയറക്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷൻ, ഇതാണ് കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായി. As is with nominal scale, even in ordinal scale, the numbers cannot be subjected to any mathematical calculation. പക്ഷെ ഇത് രണ്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസിന് പറ്റില്ല. കാരണം ഒന്ന്, മറ്റേതിൽ എന്താണ്, വെറുതെ നമ്പർ അസൈൻ ചെയ്യലാണ്. ഇവിടെ ഒരു ഓർഡർ ഉണ്ട്, പക്ഷെ ഡിഗ്രി ഓഫ് ഡിഫറൻസ് സെയിം അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസിലോട്ട് കൊണ്ടുപോകാനായിട്ട് രണ്ടും പറ്റില്ല കേട്ടോ. നോമിനലും പറ്റില്ല, അതുപോലെ തന്നെ ഓർഡിനലും പറ്റില്ല. Further, in ordinal scale, there is no idea about the degree of difference between the two ranks. കണ്ടോ, ഡിഗ്രി ഓഫ് ഡിഫറൻസ് പറ്റി ഒരു ഐഡിയ ഇല്ല. രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണ്, വളരെ വ്യത്യാസമുണ്ട്. A student who has secured 75 marks in mathematics may secure first rank. A student who has obtained 65 may secure second rank. ഇപ്പോൾ 75, 65 10 മാർക്കിൻ്റെ ഡിഫറൻസ് കാണിച്ചു. ഇനി അടുത്തത്, whereas a student who has obtained 64 marks may secure third rank. 1 മാർക്കിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ അവിടെ എന്തായി, ഡിഗ്രി ഓഫ് ഡിഫറൻസ് സെയിം അല്ല. ഒന്ന് 10, ഒന്ന് 1 ആണ്. As can be seen in this example, the degree of difference between the marks obtained by the first ranker and the second ranker is more as compared to the degree of difference between second ranker and third ranker. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഡിഗ്രി ഓഫ് ഡിഫറൻസിനേക്കാൾ വളരെ കൂടുതലാണ്
ഒന്നാമത്തെയും രണ്ടാമത്തെയും റാങ്കുകളിലെ ഡിഗ്രി ഓഫ് ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് പറ്റത്തില്ല. ഓക്കെ ആണോ? വിത്ത് എക്സാമ്പിൾസ് ആണ് നമ്മൾ ആൻസർ എഴുതുന്നത് കേട്ടോ. എക്സാമ്പിൾ സഹിതം വേണം ആൻസർ എഴുതാനായിട്ട്. ആൻഡ് നെക്സ്റ്റ് ഇന്റർവെൽ സ്കെയിൽ. അപ്പൊ അവിടെ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ എന്താ, ഇടവേള ഇട്ടിട്ടാണ്, കൃത്യമായിട്ട് ഒരു ഇടവേള ഉണ്ട്. അപ്പൊ ഡിഗ്രി ഓഫ് ഡിഫറൻസ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇന്റർവെൽ സ്കെയിൽ ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടു മെഷർ സൈക്കോളജിക്കൽ വേരിയബിൾസ് മെഷർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റുകളുടെ ഒരു സ്റ്റാറ്റിക് റിസർച്ചിനൊക്കെ നമ്മൾ കൂടുതലും ഇന്റർവെൽ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. ദീസ് സ്കെയിൽസ് ആർ സിമിലർ ടു ദ ഓർഡിനൽ സ്കെയിൽ ആസ് ദ കാറ്റഗറീസ് ക്യാൻ ബി റാങ്ക്ഡ് ആൻഡ് ആർ എക്സ്ക്ലൂസീവ് ആസ് വെൽ, ബട്ട് ദ ഡിഗ്രി ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു പാർട്ടിസിപ്പൻസ് ഈസ് സെയിം. കണ്ടോ, ഓർഡിനൽ സ്കെയിലിനോട് സിമിലർ ആണ്, പക്ഷെ എന്തുണ്ട്, ഡിഗ്രി ഓഫ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഡിഗ്രി ഓഫ് ഡിഫറൻസ് സെയിം ആയിരിക്കും. ഇതാണ് ഇന്റർവെൽ സ്കെയിൽ. For example, the degree of difference between individuals obtaining a score of 22 and another individual obtaining a score of 23 is same that of an individual obtaining score of 34 and another individual obtaining a score of 35. കണ്ടോ, 22ഉം 23ഉം ഒരു മാർക്കിന്റെ ഡിഗ്രി ഓഫ് ഡിഫറൻസ് ആണ്. ഇനി 34ഉം 35ഉം ഒരു മാർക്കിന്റെ ഡിഫറൻസ് ആണ്. ഡിഗ്രി ഓഫ് ഡിഫറൻസ് എന്താണ്, സെയിം ആണ്. In interval scale, there is no absolute zero. For example, there cannot be a person with zero attitude. Absolute zero എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അതിനൊരു എക്സാമ്പിൾ ആണ് there cannot be a person with സീറോ ആറ്റിറ്റ്യൂഡ് സീറോ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന സംഭവം എവിടെ ഇല്ല, ഇന്റർവെൽ സ്കെയിലില്ല. ഇന്റർവെൽ സ്കെയിൽ ക്യാൻ ബി സബ്ജക്റ്റഡ് ടു മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ്. ഇത് നമുക്ക് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസിന് യൂസ് ചെയ്യാം. അപ്പം നോമിനൽ, ഓർഡിനൽ ഇത് രണ്ടും മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ ഇല്ല. ഇന്റർവെൽ തൊട്ട് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ ഉണ്ട്. പിന്നെ എന്തില്ല, ആബ്സല്യൂട്ട് സീറോ ഇല്ല. ഡിഗ്രി ഓഫ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് റേഷ്യോ സ്കെയിൽ. റേഷ്യോ സ്കെയിൽ ഹാസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഓൾ ദ സ്കെയിൽസ്, നോമിനൽ, ഓർഡിനൽ ആൻഡ് ഇന്റർവെൽ. നോമിനലും ഓർഡിനലും ഇന്റർവെല്ലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കുണ്ട്, റേഷ്യോ സ്കെയിലിട്ട്. നമുക്ക് ഈ ഒരു ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, കാറ്റഗറീസ് ആർ എക്സ്ക്ലൂസീവ്, എല്ലാത്തിനും ഉണ്ട്. കണ്ടോ, നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ, റേഷ്യോ. കണ്ടോ, എക്സ്ക്ലൂസീവ് ഇൻ നേച്ചർ നമ്മൾ പറയുന്ന ആ സംഭവം എല്ലാവർക്കും ഉണ്ട്. കാറ്റഗറീസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എൻ ഓർഡർ. ഇതിന് ഓർഡിനൽ തൊട്ട് മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെന്താണ്, ഇക്വിഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് കാറ്റഗറീസ്. ഇത് പറയുന്ന സംഭവമാണെന്ത്, ഡിഗ്രി ഓഫ് ഡിഫറൻസ്. ഇക്വിഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് കാറ്റഗറീസ് ആണ് ഡിഗ്രി ഓഫ് ഡിഫറൻസ്. ഡിഗ്രി ഓഫ് ഡിഫറൻസ് എവിടെ നിന്ന് തൊട്ടാ തുടങ്ങുന്നത്, ഈ ഒരു സാധനം തൊട്ടേ തുടങ്ങുന്നുള്ളൂ. ഇന്റർവെൽ തൊട്ടേ ഡിഗ്രി ഓഫ് ഡിഫറൻസ് തുടങ്ങുന്നുള്ളൂ. പിന്നെ റിയൽ സീറോ എന്ന് പറയുന്നത് റേഷ്യോ തൊട്ടേ തുടങ്ങുന്നുള്ളൂ. ബാക്കി എല്ലാതും ഉണ്ട്. കണ്ടോ, ഡിഗ്രി ഓഫ് ഡിഫറൻസ് ഉണ്ട്, ഓർഡർ ഉണ്ട്, എക്സ്ക്ലൂസീവ് ഇൻ നേച്ചർ, എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും റേഷ്യോ സ്കെയിലുണ്ട്. ആ ടേബിൾ വരയ്ക്കണമെന്നില്ല കേട്ടോ, നമുക്കിത് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ടേബിൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. റേഷ്യോ സ്കെയിൽ. Ratio scale has all the properties of the scales, nominal, ordinal and interval. Besides, it has an absolute zero. Absolute zero എന്ന് പറയുന്നുണ്ട്. That indicates presence or absence of certain property or characteristics. അതായത് ഒരു സാധനത്തിന്റെ പ്രസൻസ് ആണെങ്കിൽ എന്ത്, പൂജ്യത്തിലും കൂടുതൽ നമ്പർ ഉണ്ടായിരിക്കും. ആബ്സെൻസ് ആണെങ്കിൽ അവിടെ 0 എന്ന് കാണിക്കും. നേരത്തെ നമ്മൾ സീറോ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു ഇതിലെ ഇന്റർവെൽ സ്കെയിൽ. പക്ഷെ റേഷ്യോ തൊട്ട് എന്ത് കൊടുക്കാം, സീറോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും. അതായത് അവിടെ ആബ്സെൻസ് ആണ് കാണിക്കുന്നത്. റേഷ്യോ സ്കെയിൽ ഡിസ്പ്ലേസ് ഇക്വിഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് കാറ്റഗറീസ്. ഈ പറയുന്ന സാധനമാണ് ഇത് ഡിഗ്രി ഓഫ് ഡിഫറൻസ്. For instance, the difference between 1 kilogram of wheat and 2 kilograms of wheat and the difference between 5 kilograms of wheat and 6 kilograms of wheat is same. 1നും 2ന്റെ ഇടയിലുള്ള ഡിഫറൻസ് 1, 5ന്റെ 6ന്റെ ഇടയിലുള്ള ഡിഫറൻസ് 1. Further, 10 kilograms of wheat is half of 20 kilograms of wheat. കണ്ടോ, പകുതിയാണെന്നും കൂടെ പറഞ്ഞു. 10 kilograms of wheat is half of 20 kilograms of wheat. ഇവിടെ പകുതിയും പറഞ്ഞു. അപ്പൊ അവിടെ ഫസ്റ്റും സെക്കൻഡും ഓർഡർ പറയാം. ഡിഗ്രി ഓഫ് ഡിഫറൻസ് ഉണ്ട്. പിന്നെന്താണ്, ഏറ്റവും ലാസ്റ്റ് സീറോ പറയുന്നുണ്ട്. ഓൾസോ 0 kilogram ഇൻഡിക്കേറ്റ്സ് നോ വീറ്റ്. കേട്ടോ, 0 kilogram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോ വീറ്റ് എന്ന് കാണിക്കും. അപ്പോൾ അവിടെ ഒരു ആബ്സെൻസിനെയും കൂടെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതാണ് റേഷ്യോ സ്കെയിൽ.
വേരിയസ് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ക്യാൻ ബി കാരിഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേഷ്യോ സ്കെയിൽ. ഒരുപാട് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് നമുക്ക് റേഷ്യോ സ്കെയിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നുകൂടി പറയാം. നോമിനൽ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്പർ അസൈൻ ചെയ്യൽ മാത്രമാണ്, എക്സ്ക്ലൂസീവ് ഇൻ നേച്ചർ. ഫോർ എക്സാമ്പിൾ ജെൻഡർ, റിലീജിയൻ, അതൊക്കെ നമുക്ക് നോമിനലിന് കൊണ്ടുവരാം. ലാറ്റിൻ വേർഡായ നോമിനാലിസ് നിന്നാണ് ഈ ടേം വന്നിട്ടുള്ളത്. നമ്പർ അസൈൻ ചെയ്യൽ മാത്രമാണ്, അതെന്ന് വെച്ചിട്ട് ഒരു പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഐഡന്റിഫിക്കേഷൻ. പിന്നെ ഇതിന് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് ആണ് ഓർഡിനൽ സ്കെയില്. റാങ്ക് അസൈൻ ചെയ്യലാണ്. ലോ ഓർ ഹൈ, ബാഡ് ഓർ ഗുഡ്, ലെസ് ഓർ മോർ, ഇതൊക്കെ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് റാങ്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ടേം ഓർഡിനാലിസ്. നോമിനൽ സ്കെയിൽ പോലെ തന്നെയാണ് ഓർഡിനൽ സ്കെയില്, പക്ഷെ എന്തുണ്ട് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസിലോട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. ഡിഗ്രി ഓഫ് ഡിഫറൻസ് ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് ആണ് ഇന്റർവെൽ സ്കെയില്. ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ വേരിയബിൾസിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റർവെൽ സ്കെയിലാണ്. ഓർഡിനൽ സ്കെയിൽ പോലെ തന്നെയാണ് നമുക്ക് ഓർഡർ, ഒരു റാങ്ക് അസൈൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എന്തുണ്ട്, ഡിഗ്രി ഓഫ് ഡിഫറൻസ് ഉണ്ട്, ബട്ട് ആബ്സല്യൂട്ട് സീറോ ഇല്ല. പിന്നെ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. റേഷ്യോ സ്കെയിൽ നോക്കുകയാണെങ്കിൽ എക്സ്ക്ലൂസീവ് ഇൻ നേച്ചർ ആണ്. നമ്പർ ഓർഡർ കൊടുക്കാം, നമ്പർ അസൈൻ ചെയ്യാം, റാങ്ക് കൊടുക്കാം, ഡിഗ്രി ഓഫ് ഡിഫറൻസ് ഉണ്ട്, സീറോ എന്ന് പറയുന്ന ഒരു ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസും ചെയ്യാനായിട്ട് പറ്റും. സ്കെയിൽസുകൾ ഓക്കെ ആണോ? അടുത്ത നോക്കല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. രണ്ട് തരത്തിലാണ്, ഡിസ്ക്രിപ്റ്റീവും ഇൻഫറൻഷ്യലും. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് മെയിൻലി കംപ്രൈസസ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദ ഡാറ്റ. മെയിൻ ആയിട്ട് എന്താ, ഡാറ്റയുടെ ഓർഗനൈസേഷൻ ആണ് നടക്കുന്നത്. ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഇൻഫറൻഷ്യലിൽ കൊണ്ടുപോയിട്ടാണ് ചെയ്യുക. അപ്പോൾ സ്റ്റാറ്റിയുടെ പകുതി ഭാഗം കിടക്കുന്നത് എവിടെയാ, ഡിസ്ക്രിപ്റ്റീവിലാണ്. Based on the properties of the sample, the descriptive statistics can be categorized into the following. നമ്മുടെ സാമ്പിളിന്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് നമുക്ക് 3 തരത്തിലായിട്ട് തിരിക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ലൊക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഡിസ്പേർഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് കോറിലേഷൻ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതോരോ സ്റ്റെപ്പുകളാണ് കേട്ടോ. ആദ്യം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ലൊക്കേഷൻ ചെയ്യും, ആൻഡ് ഡിസ്പേർഷൻ ചെയ്യും, ആൻഡ് കോറിലേഷൻ ചെയ്യും. ഇതൊക്കെ അതിന്റെ സാമ്പിളിനെ ബേസ് ചെയ്തിട്ട്. ആദ്യത്തെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ലൊക്കേഷൻ. Covers techniques like measure of center tendency, including mean, median, mode, frequency distribution, percentiles and so on. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇവിടെ മീന്, മീഡിയൻ, മോഡ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, പെർസെൻറ്റൈൽസ്, ഇതൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ലൊക്കേഷൻ ആ ഒരു സ്റ്റെപ്പിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. മീന്, മീഡിയൻ, മോഡ്. അതുകൊണ്ടാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. കണ്ടോ, മീൻ എന്ന് പറയുന്നത് എന്താ, ഒരു ഡാറ്റയുടെ ആവറേജ് അല്ലെങ്കിൽ സെൻറ്റർ കാണുക. മീഡിയനും അതേപോലെ തന്നെയാണ്. മോഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആവർത്തിച്ച് വരുന്നത് വരുക. ഇനി അടുത്തതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഡിസ്പേർഷൻ. Covers techniques related to measures of dispersion including quartile deviation, standard deviation, range, average deviation and variance. ഇതാണ് ഡിസ്പേർഷൻ. അടുത്ത സ്റ്റെപ്പാണ് മീൻ കണ്ടതിന് ശേഷം നമ്മൾ കാണുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ, പിന്നെ ആവറേജ് ഡിവിയേഷൻ, ക്വാർട്ടൈൽ ഡിവിയേഷൻ, റേഞ്ച്, ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഡിസ്പേർഷൻ. നെക്സ്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് കോറിലേഷൻ. ഇൻക്ലൂഡ്സ് കോഎഫിഷ്യൻസ് ഓഫ് കോറിലേഷൻ ലൈക്ക് പിയർസൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ, സ്പിയർമാൻസ് റാങ്ക് ഓർഡർ കോറിലേഷൻ ആൻഡ് കെൻഡാൽസ് റാങ്ക് കോറിലേഷൻ. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ ഇക്കൊല്ലം പഠിക്കുന്നതാണ് കേട്ടോ. പിയർസൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ, സ്പിയർമാൻസ് റാങ്ക് ഓർഡർ കോറിലേഷൻ. അപ്പോൾ ഈ രണ്ട് പേരും മസ്റ്റ് ആയിട്ട് എഴുതണം. സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് കോറിലേഷൻ. Correlation mainly helps us understand the relationship between variables. ഇവിടെ വേരിയബിൾസിന്റെ റിലേഷൻ കാണാനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇന്നലെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, പാരന്റൽ ബിഹേവിയർ ആൻഡ് സെൽഫ് എസ്റ്റീം ഇൻ അഡോളസൻസ്. അപ്പോൾ പാരന്റൽ ബിഹേവിയർ ഒരു വേരിയബിൾ ആണ്, സെൽഫ് എസ്റ്റീം ഇൻ അഡോളസൻസ് അത് മറ്റൊരു വേരിയബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള റിലേഷൻ അത് നമ്മൾ കോറിലേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അതായത് സ്പിയർമാൻസ് റാങ്ക് ഓർഡർ കോറിലേഷൻ അല്ലെങ്കിൽ പിയർസൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ, ഇതൊക്കെ വെച്ചിട്ടാണ് റിലേഷൻ കണ്ടുപിടിക്കുന്നത്. വേരിയബിൾസിന്റെ ഇടയിലുള്ള റിലേഷൻ കാണാനുള്ള മെത്തേഡാണ് എന്ത്,
കോറിലേഷൻ കണ്ടുപിടിക്കുക, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് കോറിലേഷൻ. അങ്ങനെ 3 മെത്തേഡാണ് കേട്ടോ ഡിഫറൻഷ്യൽ വരുന്നത്. ഏതൊക്കെയാ? സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ലൊക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഡിസ്പേർഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് കോറിലേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. In inferential statistics, inferences are drawn about a population based on a representative sample. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിൽ എന്താണ് മെയിൻ ആയിട്ട് ഇൻഫറൻസ് മേക്ക് ചെയ്യാണ്, നമുക്കൊരു അനുമാനത്തിലെത്തണം, പോപ്പുലേഷന് വേണ്ടിയിട്ട് ഒരു തീരുമാനം കിട്ടണം. ബേസ്ഡ് ഓൺ എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. നമ്മളൊരു 1000 പേരാണ് നമ്മുടെ സാമ്പിള്, 10,000 പേരാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 1000 പേരിലാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. എന്നിട്ട് അത് എവിടെ കൊണ്ടുപോയിട്ട് ജനറലൈസ് ചെയ്യും? പോപ്പുലേഷനിൽ കൊണ്ടുപോയിട്ട് ജനറലൈസ് ചെയ്യും. അപ്പോൾ ഇത് ജനറലൈസ് ചെയ്യണമെങ്കിൽ ഇൻഫറൻസ് നമ്മൾ അവിടെ ഉണ്ടാക്കണം. അതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി. ഇറ്റ് റെഫേഴ്സ് ടു ദ മാത്തമെറ്റിക്കൽ മെത്തേഡ്സ് ബേസ്ഡ് ഓൺ പ്രോബബിലിറ്റി തിയറി ആൻഡ് ഹെൽപ്സ് ഇൻ റീസണിങ് ആൻഡ് ഇൻഫറിംഗ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ സാമ്പിൾ ഡ്രോൺ ഫ്രം ദ ലാർജർ പോപ്പുലേഷൻ. ഒരുപാട് മാത്തമെറ്റിക്കൽ മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുക, ബേസ്ഡ് ഓൺ പ്രോബബിലിറ്റി തിയറി. ഒരു പ്രോബബിലിറ്റി തിയറി ഉണ്ടായിരിക്കും, അതിന് ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സിലൊക്കെയാണ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. ആൻഡ് ഹെൽപ്സ് ഇൻ റീസണിങ് ആൻഡ് ഇൻഫറിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ ഡ്രോൺ ഫ്രം ദ ലാർജർ പോപ്പുലേഷൻ. എന്നിട്ട് നമ്മൾ ഈ സാമ്പിളിന് വേണ്ടിയിട്ടുള്ള ഇൻഫറൻസസ് ഒക്കെ മേക്ക് ചെയ്ത് പോപ്പുലേഷനിലോട്ട് അത് കൊണ്ടുകൊടുക്കും. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഇഫക്റ്റീവ്ലി യൂസ്ഡ് ടു മേക്ക് എസ്റ്റിമേഷൻസ് ആൻഡ് പ്രഡിക്ഷൻ. എന്ത് ചെയ്യാനും പറ്റും? എസ്റ്റിമേഷൻസും പ്രഡിക്ഷൻസും മേക്ക് ചെയ്യാം. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, പ്രഡിക്ഷൻസ് കൊണ്ടുവരാം. അപ്പോൾ പ്രഡിക്ഷൻസ് മേക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു 10ാം ക്ലാസ്സിലുള്ള മാത്സ്, 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് മാത്സിൽ കുറവാണ്, ഇംഗ്ലീഷിൽ കൂടുതലാണ്. അപ്പോൾ പ്രഡിക്ഷൻസ് കൊടുക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിനും 10ാം ക്ലാസ്സിൽ മാർക്ക് കുറയും, മാത്സിന് മാർക്ക് കുറയും, വിജയ ശതമാനം കുറയും. ഇങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദർ ആർ 2 പ്രൊസീജിയേഴ്സ് അണ്ടർ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് നെയിംലി എസ്റ്റിമേഷൻ ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. 2 പ്രൊസീജിയേഴ്സ് ആണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിൽ വരുന്നത്. എന്താണ്? എസ്റ്റിമേഷൻ ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രൊസീജിയേഴ്സ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാദ്യത്തെയാണ് എസ്റ്റിമേഷൻ. എസ്റ്റിമേഷൻ, എസ്റ്റിമേറ്റിംഗ് പ്രോബബിലിറ്റി ഓഫ് എ ഫിനോമിന ഈസ് റെഫേർഡ് ടു ആസ് എസ്റ്റിമേഷൻ. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാം, ജസ്റ്റ് ഒരു പ്രോബബിലിറ്റി, ഒരു ഫിനോമിനേനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ആസ് വി നോ ഫ്രം ദ എക്സ്പ്ലനേഷൻ ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ദാറ്റ് ഇൻഫറൻസസ് ആർ ഡ്രോൺ ഫ്രം സാമ്പിൾ ദാറ്റ് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ പോപ്പുലേഷൻ ആൻഡ് ദീസ് ഇൻഫറൻസസ് ക്യാൻ ദെൻ ബി ജനറലൈസ്ഡ് ടു ദ ഹോൾ പോപ്പുലേഷൻ. പറഞ്ഞ കാര്യം തന്നെ പിന്നെയും ചെയ്യണം. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫറൻസ് മേക്ക് ചെയ്യുന്നു സാമ്പിളിൽ, അത് കൊണ്ടുപോയിട്ട് പോപ്പുലേഷനിൽ ജനറലൈസ് ചെയ്യുന്നു. ഇതിൽ എന്ത് വേണം? 2 തരത്തിലുള്ള എസ്റ്റിമേഷൻസ് ഉണ്ട്. ഇങ്ങനെ ജനറലൈസ് ചെയ്യാനായിട്ട് നമ്മൾ 2 തരത്തിലാണ് എസ്റ്റിമേറ്റ് ചെയ്യുക. ആദ്യത്തെയാണ് പോയിന്റ് എസ്റ്റിമേഷൻ, നെക്സ്റ്റ് വൺ ആണ് ഇന്റർവെൽ എസ്റ്റിമേഷൻ. അങ്ങനെ 2 തരത്തിലുള്ള എസ്റ്റിമേഷൻ ഉണ്ട്. പോയിന്റ് എസ്റ്റിമേഷൻ. This is a type of estimation in which the value is a single point. നമ്മുടെ വാല്യൂ എന്തായിരിക്കും? കറക്റ്റ് നമ്മൾ കൃത്യമായിട്ടൊരു വാല്യൂ പറയും, അതാണ് പോയിന്റ് എസ്റ്റിമേഷൻ. ഫോർ എക്സാമ്പിൾ, ദ എസ്റ്റിമേഷൻ ഫോർ സാമ്പിൾ മീൻ ഈസ് 46.8. കണ്ടോ? എക്സ്പെക്റ്റഡ് ടു ബി ഈക്വൽ ടു ദ പോപ്പുലേഷൻ മീൻ. ഞാനൊരു പോയിന്റ് എസ്റ്റിമേറ്റ് ചെയ്യാണ്, അതായത് 46.8. ഇതാണ് എനിക്ക് കിട്ടിയ വാല്യൂ. അത് കറക്റ്റ് അങ്ങനെ തന്നെ പറഞ്ഞു. ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഈക്വൽ ടു ദ പോപ്പുലേഷൻ. അപ്പം നമ്മൾ സാമ്പിളിലാണ് ചെയ്യുന്നത് മുഴുവൻ. അപ്പം അതിൻ്റെ മീൻ ആരോടും, ഏത് മീന് സെയിം ആയിരിക്കണം? പോപ്പുലേഷൻ്റെ മീനോട് സെയിം ആയിരിക്കണം. പോപ്പുലേഷൻ്റെ മീന് നമ്മൾ എന്തെന്നാ പറയുക? പാരാമീറ്റർ. ഈ പാരാമീറ്ററിനോട് ഏറ്റവും അടുത്തായിരിക്കണം നമ്മൾ കൊടുത്ത വാല്യൂ എന്ന്, അല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് ഈ പോപ്പുലേഷൻ മീനിനോട് ഈക്വൽ ആയിരിക്കണം. മനസ്സിലായോ പറഞ്ഞത്? അതായത് 100 പേരുള്ള ക്ലാസ്സാണ്, 100 പേരുള്ള സ്കൂള്, 100 പേരാണ് 10ാം ക്ലാസ്സിലെ കുട്ടികളുള്ളത്. നമ്മളൊരു 20 പേരുടെ ഡാറ്റ എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 20 പേരുടെ മീൻ കിട്ടിയത് ഒരു 52 ആണെന്ന് വിചാരിക്കാം. 100 പേരുടെ മീനും എന്തായിരിക്കണം? ഈ 52നോട് അടുത്തായിരിക്കണം, അതായത് ഒരു 50 to 60 റേഞ്ചിലായിരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയ സാമ്പിൾ മീൻ എന്തിനോട് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ അടുത്തായിരിക്കണം. എക്സ്പെക്റ്റഡ് ടു ബി ഈക്വൽ ടു ദ പോപ്പുലേഷൻ. ഈക്വൽ ആയിരിക്കണം എന്നല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിരിക്കണം, അടുത്തായിരിക്കണം കേട്ടോ.
ഇതാണ് പോയിന്റ് എസ്റ്റിമേഷൻ. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, കൃത്യമായിട്ടൊരു ഡാറ്റ നമ്മൾ പറഞ്ഞു 46.8 അല്ലെങ്കിൽ 52 പിന്നെ അല്ലെങ്കിൽ 73 അല്ലെങ്കിൽ 1.3 ഇതാണ് പോയിന്റ് എസ്റ്റിമേഷൻ. പോയിന്റ് എന്നല്ല കേട്ടോ പോയിന്റ് എസ്റ്റിമേഷൻ, ഒരു നമ്പർ, കൃത്യമായിട്ട് ഒരു നമ്പർ, ചിലപ്പോൾ 50 ആവാം അല്ലെങ്കിൽ 100 ആവാം 32 ആവാം, വാട്ട് എവർ. പോയിന്റ് ഇല്ലാത്ത ഏത് നമ്പറും പോയിന്റ് എസ്റ്റിമേഷൻ ആണ്. പോയിന്റ് ഇല്ലാത്തതല്ല, ഏത് നമ്പർ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് പോയിന്റ് എസ്റ്റിമേഷൻ ആണ്. പോയിന്റ് എസ്റ്റിമേറ്റ് കംപ്രൈസസ് ഓഫ് സാമ്പിൾ മീൻ ആൻഡ് സാമ്പിൾ പ്രൊപ്പോർഷൻ. ദ പോപ്പുലേഷൻ മീൻ ഈസ് മ്യൂ. പോപ്പുലേഷൻ മീൻ നമ്മൾ എന്താ പറയുന്നത്, മ്യൂ എന്ന് പറയും. ദ സാമ്പിൾ മീനെ എക്സ് ബാർ എന്നാണ് കേട്ടോ, എക്സ് ഇവിടെ ബാർ ഉണ്ട്, എക്സ് ബാർ. ഇൻ എ സിമിലർ മാനർ ഇഫ് ദ പോപ്പുലേഷൻ ഈസ് ക്യാപിറ്റൽ പി ആൻഡ് ദെൻ സാമ്പിൾ പ്രൊപ്പോർഷൻ വിൽ ബി സ്മോൾ പി. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, നമുക്ക് ഡാറ്റ പ്രോജക്റ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്കിത് പഠിക്കാനുള്ളൂ. അപ്പോൾ പോപ്പുലേഷൻ മീൻ മ്യൂ ആണ്, സാമ്പിൾ മീൻ എക്സ് ബാർ ആണ്. പിന്നെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് സിമിലർ മാനർ ഇഫ് ദ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ആണ് കേട്ടോ. പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ഈസ് ക്യാപിറ്റൽ പി ദെൻ സാമ്പിൾ പ്രൊപ്പോർഷൻ വിൽ ബി സ്മോൾ പി. ഇതൊക്കെ എഴുതി വെക്കാം. പോയിന്റ് എസ്റ്റിമേഷൻ ഓക്കെ ആണോ? ഇനി അടുത്തത് ഇന്റർവെൽ എസ്റ്റിമേഷൻ. ഇത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നേരത്തെ നമ്മൾ ഒരു നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുത്തു, പക്ഷേ ഇന്റർവെൽ എസ്റ്റിമേഷനിൽ അങ്ങനെയല്ല. അതായത് 10 to 20 ഇതാണ് ഇന്റർവെൽ എസ്റ്റിമേഷൻ. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഏത് നമ്പറും നമ്മുടെ വാല്യൂ ആവാം. എത്ര നമ്പേഴ്സ് വരാം, 10.1 10.2 10.3 അങ്ങനെ അങ്ങനെ പോയി 19.1 19.2 19.9 20 ഇതുവരെ ഏത് നമ്പർ, ഇതിൻ്റെ ഉള്ളിൽ ഏത് നമ്പർ നമുക്ക് എന്താവാം, നമ്മുടെ വാല്യൂ ആയിട്ട് വരാം. An interval estimate is an interval auto numbers within which the population parameter could lay. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ പോപ്പുലേഷൻ പാരാമീറ്റർ ഉണ്ടായിരിക്കുക. Thus for population mean mu, the interval estimate will be a less than x bar less than ആണ് കേട്ടോ, x bar less than b. അതായത് കണ്ടോ, എയും ബിയും, ഇപ്പോൾ എ 10 ആണെന്ന് വിചാരിക്കുക, ബി 20 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സാമ്പിൾ മീൻ ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അതിനോട് സെയിം തന്നെ ആയിരിക്കും നമ്മുടെ പോപ്പുലേഷൻ പാരാമീറ്റർ. പോപ്പുലേഷൻ പാരാമീറ്ററും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. ദ ഇന്റർവെൽ എസ്റ്റിമേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എ ബട്ട് ലെസ്സർ ദാൻ ബി. ഈ പറഞ്ഞ സാധനം എ ലെസ് ദാൻ എക്സ് ബാർ ലെസ് ദാൻ ബി. While estimations are made, there could be fluctuations and these could be due to varied reasons including chance factors and sampling error. അതായത് ഇതിൽ നമുക്ക് ഫ്ലക്ച്വേഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട്, അതായത് എറർ വരാനുള്ള സാധ്യത. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസ് ഫാക്ടർ, സാമ്പിളിംഗ് എറർ, ഇതൊക്കെ അതിൻ്റെ റീസൺസ് ആണ്. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. കാരണങ്ങൾ എന്തൊക്കെയാണ്, റീസൺസ് ഇൻക്ലൂഡിങ് ചാൻസ് ഫാക്ടർ ആൻഡ് സാമ്പിളിംഗ് എറർ. ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് വരാം, എസ്റ്റിമേഷനിൽ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ എറേഴ്സ് വരാനുള്ള ചാൻസ് കൂടും. ഓക്കെ ആണോ? രണ്ട് എസ്റ്റിമേഷൻ, പോയിന്റ് എസ്റ്റിമേഷൻ, ഇന്റർവെൽ എസ്റ്റിമേഷൻ. ഇനി അടുത്തത് ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ്. അടുത്തതാണ് കേട്ടോ ഇൻഫറൻഷ്യൽ പ്രൊസീജിയറിൽ ആദ്യത്തെ എസ്റ്റിമേഷൻ ആണ്. അടുത്തതാണ് ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ്, one of the significant aspects of research is hypothesis testing. ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഹൈപ്പോതെസിസ് ഈസ് എ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ഇൻവെസ്റ്റിഗേറ്റഡ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് റിസർച്ച്. നമ്മൾ ഇന്നലെ ടേംസുകൾ പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ, സ്റ്റാറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ നോക്കി, അതിൽ ഹൈപ്പോതെസിസ് ഉണ്ടായിരുന്നു. എന്താണ്, ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ദാറ്റ് ഈസ് ഇൻവെസ്റ്റിഗേറ്റഡ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് റിസർച്ച്. നമ്മൾ റിസർച്ചിൻ്റെ ടൈമിൽ ടെൻറ്റേറ്റീവ്, താൽക്കാലികമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, അതാണ് ഹൈപ്പോതെസിസ്. ഹൈപ്പോതെസിസ് പെർട്ടൈൻസ് ടു സർട്ടൻ ഫിനോമിന ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ എ തിയറി. അപ്പോൾ ഒരു തിയറീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹൈപ്പോതെസിസ് ക്രിയേറ്റ് ചെയ്യുക. ഡാറ്റ ഈസ് ദെൻ കളക്റ്റഡ് ബൈ ദ റിസർച്ചർ ഇൻ ഓർഡർ ടു വാലിഡേറ്റ് ദ ഹൈപ്പോതെസിസ്. എന്നിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും, അതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഹൈപ്പോതെസിസ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുക. Thus, the hypothesis is rejected or accepted by a researcher based on the result obtained. അപ്പോൾ നമ്മൾ കണ്ട താൽക്കാലികമായി വെച്ചേക്കുന്നത് എന്തിനാ, റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ അത് റിജക്റ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് ഈസ് ഓൾസോ റെഫർഡ് ടു ആസ് എ പ്രോസസ് ഇൻവോൾവിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് വിത്ത് റിഗാർഡ് ടു പോപ്പുലേഷൻ വാല്യൂ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സാമ്പിൾ വാല്യൂ. ഇവിടെ എന്താണ്, ഹൈപ്പോതെസിസിന് ഒരു ഡെഫിനിഷൻ കൊടുത്തേക്കാണ്. അതായത് ഒരു പ്രോസസ്സാണ് ഇൻവോൾവിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ്. സ്റ്റാറ്റിയിലെ ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത് എന്തിനാണ്, ഈ ഹൈപ്പോതെസിസ് വെച്ചിട്ടാണ്. അതായത് എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോൾ
സോഷ്യൽ മീഡിയ യൂസേജ് ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി എമംഗ് കോളേജ് സ്റ്റുഡൻസ് ഇൻ കേരള. ഇതാണ് നമ്മുടെ ടോപ്പിക് എന്ന് വിചാരിക്കാം. നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ there is a difference between അല്ലെങ്കിൽ there is a relation between social media and sleep quality among college students in Kerala അല്ലെങ്കിൽ among college students അത്രയും കൊടുക്കും. there is a relation between social media usage and sleep quality among college students. ഇതൊരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. ഇനി വേറൊരു തരത്തിൽ കൊടുക്കാം. there is no relation between സോഷ്യൽ മീഡിയ യൂസേജ് ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി എമംഗ് കോളേജ് സ്റ്റുഡൻസ്. രണ്ട് തരത്തിൽ ഞാനിപ്പോൾ കൊടുത്തു അല്ലേ. ഒന്ന് there is a relation വെച്ചിട്ട് കൊടുത്തു, രണ്ടാമത്തത് there is no relation വെച്ചിട്ട് കൊടുത്തു. ഇതാണ് ഹൈപ്പോത്തസിസ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യും ബേസ്ഡ് ഓൺ ദ റിസൾട്ട്, ചിലപ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. ഓക്കെ ആണോ? while drawing inferences, one needs to ensure that the hypothesis is not incorrectly accepted. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ ഇൻഫറൻസ് ഡ്രോ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യണം? ഹൈപ്പോത്തസിസ് ഈസ് നോട്ട് ഇൻകറക്റ്റ്ലി അക്സെപ്റ്റഡ്, തെറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, റിജക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ എന്ത് ഉറപ്പ് വരുത്തണം. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ റിസൾട്ട് അല്ലെങ്കിൽ ഇൻഫറൻസ് നമുക്ക് പോപ്പുലേഷനിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു റിസർച്ചിന്റെ വൺ ഓഫ് ദ സിഗ്നിഫിക്കന്റ് ആസ്പെക്ട് ആണ് എന്ത്? ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. അതൊരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യം തന്നെ ബേസ്ഡ് ഓൺ എ തിയറി നമ്മളൊരു ഫിനോമിനൊക്കെ ബേസ് ചെയ്തിട്ട് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യും, ഡാറ്റ കളക്ട് ചെയ്യും, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്ത് അതിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ ഇതിനെ റിജക്ട് ചെയ്യാം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് ഹൈപ്പോത്തസിസിന്റെ ഒരു ഡെഫിനിഷൻ എഴുതുക. ഹൈപ്പോത്തസിസ് ഇൻകറക്റ്റ്ലി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, റിജക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തണം. ഓക്കെ അല്ലേ? അടുത്തത് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്. രണ്ട് ടൈപ്പാണ് ഇപ്പൊ ഇതിൽ നമ്മൾ പറയുന്നത്. ഇതൊന്നല്ല കേട്ടോ, കുറച്ചും കൂടി ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് വരുന്നുണ്ട്. ഇവിടെ രണ്ടെണ്ണം പഠിക്കാനുള്ളത്, നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നേരത്തെ ഞാൻ രണ്ട് ഹൈപ്പോത്തസിസ് പറഞ്ഞു. there is no relation വെച്ചിട്ടും പറഞ്ഞു, there is relation വെച്ചിട്ടും പറഞ്ഞു ഇല്ലേ. ഇതില് there is no relation വെച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ അതെന്താ? നൾ ഹൈപ്പോത്തസിസ് ആണ്. അവിടെ നമുക്ക് ആ സാധനം എന്ത് ചെയ്യേണ്ടി വരും? റിജക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള ഹൈപ്പോത്തസിസ് ആണ് എന്ത്? നൾ ഹൈപ്പോത്തസിസ്. Once a researcher finalizes his or her research topic and variables after reviewing literature, he or she will have to formulate a hypothesis based on the problem statement. ഇവിടെ എന്താ? നമ്മുടെ ആദ്യം റിസർച്ച് ടോപ്പിക് ഫൈനലൈസ് ചെയ്തു, ടോപ്പിക് തീരുമാനിച്ചു, വാരിയബിൾസും തീരുമാനിച്ചു. ആഫ്റ്റർ റിവ്യൂയിങ് ലിറ്ററേച്ചർ ഒക്കെ എന്താണ്? നമ്മുടെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമുക്കൊരു ടോപ്പിക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യും അല്ലെ. ഇപ്പോൾ കോമൺ ആയിട്ട് നമുക്കൊരു സാധനം അറിയണമെന്നുണ്ട് വെച്ചെങ്കിൽ എന്താണ്? നമ്മൾ മീഡിയാസ് ഒക്കെ നോക്കും, പിന്നെ അതുപോലെ തന്നെ മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നമ്മൾ നോക്കും. അതിനെയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ടോപ്പിക്കും വാരിയബിൾസും ഒക്കെ തീരുമാനിച്ചു. ഹി ഓർ ഷീ വിൽ ഹാവ് ടു ഫോർമുലേറ്റ് ഹൈപ്പോത്തസിസ്. അതിനുശേഷം എന്ത് ചെയ്യണം? ഹാവ് ടു ഫോർമുലേറ്റ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യണം ബേസ്ഡ് ഓൺ ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, there is no relation between social media usage and sleep quality among college students. നമ്മുടെ പ്രോബ്ലം എന്തായിരുന്നു? to study the relation between social media usage and sleep quality among college students. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്തു. In a research, attempts are made by the researcher to reject null hypothesis. കണ്ടോ? റിജക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് മേക്ക് ചെയ്യുന്നത്. നൾ ഹൈപ്പോത്തസിസ് ഇസ് ഓൾസോ റെഫർഡ് ടു ആസ് എ ഹൈപ്പോത്തസിസ് ഓഫ് നോ ഡിഫറൻസ്. നോ ഡിഫറൻസ് അല്ലെങ്കിൽ നോ റിലേഷൻ ഒക്കെ എന്ന് പറയുന്നത് എന്താണ്? നൾ ഹൈപ്പോത്തസിസ് ആണ്. അപ്പൊ റിജക്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതാണ് നൾ ഹൈപ്പോത്തസിസ്. അതായത് നോ ഡിഫറൻസ് അല്ലെങ്കിൽ നോ റിലേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതി തുടങ്ങുക. ആസ് നൾ ഹൈപ്പോത്തസിസ് ഇംപ്ലൈസ് ദാറ്റ് there is no difference between
2 ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ 2 വേരിയബിൾസ്, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയും. അവസാനം ഇത് റിജക്റ്റ് ചെയ്യും. കാരണം നമ്മൾ ചെയ്യുന്ന റിസർച്ചിൽ എന്തുണ്ടായിരിക്കും, ഈ വാരിയബിൾസിന്റെ ഇടയിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ, എല്ലായ്പ്പോഴും നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. മാക്സിമം എന്താണ്, നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് റിജക്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ, നൾ ഹൈപ്പോത്തസിസ് ഓക്കെ ആണോ? ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓൾട്ടർനേറ്റീവ്. ഇവിടെ റിജക്ഷൻ ഇല്ല. Alternative hypothesis can be termed as a counter proposition to the null hypothesis. കണ്ടോ, നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, null hypothesis. It is formulated by a researcher based on a theory. തിയറീനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വെക്കുന്നത്. The hypothesis states that there is a significant difference between two groups. ഇവിടെ ഉണ്ടോ, there is a difference അല്ലെങ്കിൽ there is a relation എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. അതാണ് എന്ത്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. For example, the researcher can formulate the alternative hypothesis as there will be a significant difference in job satisfaction of public and private bank employees. ഇവിടെ എന്താണ്, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി. അതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. This is also a neutral alternative hypothesis that does not provide any direction and thus is termed as non-directional hypothesis. ഇവിടെ കൃത്യമായിട്ട് ഡയറക്ഷൻസ് ഒന്നും പറയില്ല, അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും പറയില്ല. അതുകൊണ്ടാണ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് can also be ഡയറക്ഷണൽ. അപ്പോൾ ഡയറക്ഷണൽ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ചില ടൈമിൽ നോൺ ഡയറക്ഷണൽ ആവാം, അല്ലെങ്കിൽ എന്താവാം, ഡയറക്ഷണലും ആവാം. അതായത് ഡയറക്ഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കൃത്യമായിട്ട് ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അതാണ് ഡയറക്ഷണൽ. നോൺ ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിരിക്കില്ല, ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, ഏതെങ്കിലും ഒന്ന്, രണ്ടും കൂടി ചിട്ടായിരിക്കും ചിലപ്പോൾ വരും. അതാണ് നോൺ ഡയറക്ഷണൽ. ഓക്കെ ആണോ ഓൾട്ടർനേറ്റീവും നൾ ഹൈപ്പോത്തസിസ് ഒക്കെ? ഇനി അടുത്തത് സ്റ്റെപ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് അതും കൂടെ എടുത്തിട്ട് നിർത്താം. അപ്പോൾ 108 നാളെ എടുക്കാം കേട്ടോ. നമുക്ക് 108 നാളത്തെ സെക്കൻഡ് ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. അപ്പം ഇതൊന്ന് തീർക്കാം. സ്റ്റെപ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഇത് എഴുതണം കേട്ടോ. അപ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ തൊട്ടിട്ട് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എഴുതി, ടൈപ്സ് എഴുതി, സ്റ്റെപ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എഴുതണം കേട്ടോ. സ്റ്റെപ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ആദ്യത്തെ സ്റ്റെപ്പാണ് നൾ ഹൈപ്പോത്തസിസ് ഓർ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആർ സ്പെസിഫൈഡ് ബൈ ദ റിസർച്ചർ. എന്ത് ചെയ്യണം, ആദ്യം സ്പെസിഫൈ ചെയ്യണം, നള്ളാണോ ഓൾട്ടർനേറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്തു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എൻ്റെ അടുത്തത് സ്റ്റെപ്പ് 2, a level of significance is selected. This level of significance could be 0.05 or 0.01. The term significance in the context of statistics implies probably true that indicates that the results are free from chance factor at specified level of significance. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ, 2 ലെവൽസ് ഉണ്ട്, 0.05ഉം 0.01ഉം. നമ്മൾ ഇവിടെ ലെവൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഹൈപ്പോത്തസിസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ ഉണ്ട്, നമുക്ക് സ്റ്റാറ്റിയുടെ ഒരു ടേബിൾ ഉണ്ട്. അതിൽ 0.05 ലെവലിന് ഒരു ടേബിൾ ഉണ്ടായിരിക്കും, 0.01ന് ഒരു ടേബിൾ ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ലെവൽ സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ 0.05 അല്ലെങ്കിൽ 0.01. അപ്പോൾ ഇതിലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 0.05 ലെവൽ ടേബിൾ ആണ് നമ്മൾ ആദ്യമേ കൊടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിന് 95% ആക്യുറസി ഉണ്ടായാൽ മതി. ബാക്കി 5% വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 95% ആക്യുറസി നമ്മുടെ റിസൾട്ടിന് ഉണ്ടായാൽ മതി. ഇനി 0.01 ആണെന്ന് വിചാരിക്കാം, 99%ഉം ആക്യുറസി ഉണ്ടായിരിക്കണം. അപ്പോൾ ഏതായിരിക്കും നല്ലത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 0.05 അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് എപ്പോഴും 0.05 ലെവൽ സെറ്റ് ചെയ്യായിരിക്കും നല്ലത്. ഇതാണ്. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. 2 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഉണ്ട്, 0.05 ലെവലും 0.01 ലെവലും. ഈ സിഗ്നിഫിക്കൻസ് ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിസൾട്ടുകൾ, പിന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ അവിടെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ലെവൽ വെച്ചിട്ടാണ്. ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഇനി ഇതിൽ ഈ ലെവൽ എന്ന് പറയുന്നത് ഓൾറെഡി അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കൊടുത്തതാണോ, നമുക്ക് ഇഷ്ടമുള്ള ലെവൽ കൊടുക്കാൻ പറ്റും, അങ്ങനെയാണോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, അതൊരു ടേബിൾ ആണ്. അപ്പോൾ 0.05 ലെവലിൽ നമുക്ക് ആ ചെയ്യുന്ന
മെത്തേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ കാൽക്കുലേഷൻസിന് കൃത്യമായിട്ടൊരു ടേബിൾ ഉണ്ടായിരിക്കും. അവരതിൽ ഓരോ വാല്യൂസ് എഴുതിയിട്ടുണ്ടാവും. 1.2 അല്ലെങ്കിൽ 3.2 അങ്ങനെയൊക്കെ ഒരേ വാല്യൂസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് കിട്ടിയ റിസൾട്ടും ഇതുമായിട്ട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടും ഇതുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹൈപ്പോതെസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ 0.05 ആണ് കൊടുത്തുവെച്ചെങ്കിൽ നമ്മൾ ആ റിസൾട്ട് ആയിരിക്കണം ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്, ആ ടേബിളായിട്ടാണ് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി 0.01 ആണ് കൊടുത്തുവെച്ചെങ്കിൽ എന്തായിരിക്കും, ആ ടേബിളായിട്ട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. മനസ്സിലായോ? ഇനി ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ, അതായത് നമ്മൾ ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ എറർ വരാം. അങ്ങനത്തെ എറേഴ്സിനെയാണ് ടൈപ്പ് 1ഉം ടൈപ്പ് 2 എററുമായിട്ട് പറയുന്നത്. ഇൻ ദ പ്രോസസ് ഓഫ് ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് 2 എറേഴ്സ് കുഡ് ഓഫ്, 2 ടൈപ്പ് എററാണ് വരുന്നത്, ടൈപ്പ് 1ഉം ടൈപ്പ് 2 എററും. എ റിസർച്ച് വിൽ ബി മേക്കിംഗ് എ കറക്റ്റ് ഡിസിഷൻ വെൻ എ ഫോൾസ് നൾ ഹൈപ്പോതെസിസ് ഈസ് റിജക്റ്റഡ് ആൻഡ് വെൻ എ നൾ ഹൈപ്പോതെസിസ് ദാറ്റ് ഈസ് ട്രൂ ഈസ് അക്സെപ്റ്റഡ്. ഇവിടെ റിസർച്ചർ ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴാണ്, തെറ്റായ നൾ ഹൈപ്പോതെസിസിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ. തെറ്റായതിനെ എന്ത് ചെയ്തു, ഒഴിവാക്കി, റിജക്റ്റ് ചെയ്തു, ഡിസിഷൻ കറക്റ്റ് ആണ്. ശരിയായതിനെ അക്സെപ്റ്റ് ചെയ്തു, അപ്പോഴും ഡിസിഷൻ കറക്റ്റ് ആണ് അല്ലേ. തെറ്റായതിനെ നമ്മൾ ഒഴിവാക്കി വിട്ടു, ശരിയായതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, ഡിസിഷൻ കറക്റ്റ് ആണ്. ഇങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് എന്ത്, എറേഴ്സ് വരുന്നത്. However, it may so happen that a null hypothesis is rejected even when it is true, and this is termed as type 1 error. ആണോ, ശരിയായതിനെ റിജക്റ്റ് ചെയ്തു, ഇതാണ് ടൈപ്പ് 1 എറർ. ഉണ്ടോ, റിജക്റ്റഡ് ഈവൻ വെൻ ഇറ്റ് ഈസ് ട്രൂ, അതാണ് ടൈപ്പ് 1 എറർ. ശരിയായതിനെ റിജക്റ്റ് ചെയ്താൽ ടൈപ്പ് 1 എറർ. കണ്ടോ, ഇവിടെ കൊടുത്തേക്കണ കണ്ടോ, നൾ ഹൈപ്പോതെസിസ് ട്രൂ ആണ്, അതിനെന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. റിജക്റ്റ് ചെയ്തപ്പോൾ എന്തായി, ടൈപ്പ് 1 എറർ. തെറ്റായതിനെ ഇവിടെ കണ്ടോ, ഫോൾസ് ആണ്, അതിനെ അക്സെപ്റ്റ് ചെയ്തു. തെറ്റായതിനെ അക്സെപ്റ്റ് ചെയ്താൽ ടൈപ്പ് 2 എറർ. ഇതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പഠിച്ചു വെച്ചോ, ഇതങ്ങോട്ട് ഉറപ്പിച്ചു വെച്ചോ. ശരിയായതിനെ റിജക്റ്റ് ചെയ്താൽ ടൈപ്പ് 1 എറർ, തെറ്റായതിനെ അക്സെപ്റ്റ് ചെയ്താൽ ടൈപ്പ് 2 എറർ. ഇതങ്ങോട്ട് പഠിച്ചു വെക്കുക, ഈ ടേബിളും എക്സാമിന് എഴുതി വെക്കുക. On the other hand, when a false null hypothesis is accepted, then it is termed as type 2 error. തെറ്റായതിനെ അക്സെപ്റ്റ് ചെയ്താൽ ടൈപ്പ് 2 എറർ. പച്ച മലയാളത്തിൽ ഇതങ്ങോട്ട് ഓർത്ത് വയ്ക്കാം. ഓക്കെ ആണോ? ഇനി അടുത്തത് സ്റ്റെപ്പ് 3. Based on the parameters specified in the null hypothesis, the statistics is calculated. അപ്പോൾ നമ്മളവിടെ നൾ ഹൈപ്പോതെസിസിൽ വെച്ചിട്ടുള്ള പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ട് സ്റ്റാറ്റിക് കാൽക്കുലേറ്റ് ചെയ്തു. A sample is taken by the researcher and the data is collected. Statistic that is thus obtained from the sample representative is then used in order to make an estimation about the population parameter. സ്റ്റെപ്പ് 3 എന്താണ് ചെയ്യുന്നത്, നമ്മളവിടെ പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ട് സാമ്പിൾ ഡാറ്റ കളക്ട് ചെയ്തു. ആ ഡാറ്റ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാണ്. എന്നിട്ട് സാമ്പിളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതായത് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന ആള്, ഇയാളെ വെച്ചിട്ട് നമ്മൾ എസ്റ്റിമേഷൻസ് മേക്ക് ചെയ്തു. ഇതാണ് സ്റ്റെപ്പ് 3 ചെയ്യേണ്ടത്. ആൻഡ് സ്റ്റെപ്പ് 4, ഡിസിഷൻ ഈസ് മെയ്ഡ് വെദർ ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ നൾ ഹൈപ്പോതെസിസ്. ഇവിടെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. നൾ ഹൈപ്പോതെസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എവിടെയാണ് എടുക്കുന്നത്, ഏറ്റവും ലാസ്റ്റ് ആണ്. ഇൻ ദിസ് റിഗാർഡ് പി വാല്യൂ ഓർ പ്രോബബിലിറ്റി ലെവൽ ഈസ് സെലക്ടഡ് ആസ് ഹാസ് ബീൻ ഡിസ്കസ്ഡ് അണ്ടർ സ്റ്റെപ്പ് 2. ഇവിടെ സ്റ്റെപ്പ് 2 ഈ 28 ഇല്ല കേട്ടോ. അണ്ടർ സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 2ൽ പറഞ്ഞ ലെവലില്ലേ, ഏതാണ് സിഗ്നിഫിക്കൻസ് ലെവല്, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നൾ ഹൈപ്പോതെസിസ് റിജക്ട് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കും. അക്കോർഡിംഗ്ലി ഡിസിഷൻ ഈസ് ടേക്കൺ ബൈ ദ റിസർച്ചർ വെദർ ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ നൾ ഹൈപ്പോതെസിസ്. അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ള തീരുമാനം റിസർച്ചർ എടുക്കും. ഏറ്റവും ലാസ്റ്റത്തെ. അപ്പോൾ 4 സ്റ്റെപ്പുകളാണ്. ആദ്യം തന്നെ എന്ത് വേണം, നള്ളും ഓൾട്ടർനേറ്റീവും സ്പെസിഫൈ ചെയ്യണം, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ടൈപ്പ് 1ഉം ടൈപ്പ് 2 എഴുതുക, ടേബിൾ വരയ്ക്കുക. സ്റ്റെപ്പ് 3 എന്താണ്, സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേഷൻസ് ആണ്, എസ്റ്റിമേഷൻ ചെയ്യുന്നു, സാമ്പിളിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് എസ്റ്റിമേഷൻ ചെയ്യുന്നു. സ്റ്റെപ്പ് 4 ഡിസിഷൻ എടുക്കുകയാണ്, വെച്ച് കൊടുത്ത നൾ ഹൈപ്പോതെസിസിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനം റിസർച്ചർ എടുക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു, ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം.
10 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ. അപ്പൊ അതിലെ 300 വേർഡ്സ് എഴുതണം. 300 വേർഡ്സ് എഴുതണം വെച്ചെങ്കിൽ എന്ത് വേണം, ഒരു 5 to 6 പേജസ് നമ്മൾ എഴുതാനായിട്ട് നോക്കാം. 5 to 6 സൈഡ്, 6 സൈഡ് നമ്മൾ എഴുതാനായിട്ട് നോക്കണം. 5 to 6 അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആൻസർ വരണം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഡിസ്കസ് ദ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് വേണം ക്വസ്റ്റ്യൻ. ആദ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്കിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുക, ബേസിക് കോൺസെപ്റ്റുകൾ എഴുതുക. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം എടുത്ത് എഴുതുക, എന്നിട്ട് നമ്മൾ ആൻസർ ചെയ്യുന്നത്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയിട്ട് ആൻസർ എഴുതാനായിട്ട് നോക്കുക. അപ്പോൾ സ്റ്റാറ്റി ഡിഫൈൻ ചെയ്യുമ്പോൾ എന്ത് വേണം, ഡെഫിനിഷൻ. 10 മാർക്കിനാണ് ഒറ്റയടിക്ക് തന്നിട്ടുള്ളത്. 10 മാർക്ക് ഒറ്റയടിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഡെഫിനിഷൻ ആദ്യത്തെ സ്റ്റാറ്റി എന്താണെന്ന് എഴുതണം. ഫസ്റ്റ് പോർഷൻ സ്റ്റാറ്റി എന്താണെന്നുള്ളത്, ഡെഫിനിഷൻ ആൻഡ് നേച്ചർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു 5-6 പോയിന്റ് നമുക്ക് ഇതിൽ നിന്ന് എഴുതണം. എന്നിട്ട് വേണം ബേസിക് കോൺസെപ്റ്റ് എഴുതാൻ. അതായത് പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണ്, പിന്നെ പാരാമീറ്റർ, സ്റ്റാറ്റിസ്റ്റിക്സ്, വേരിയബിൾ എഴുതുമ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ടേബിൾ നമുക്ക് വരയ്ക്കണ്ട കേട്ടോ. ഈ ജസ്റ്റ് പേരുകൾ എഴുതി വെക്കുക. വേരിയബിൾ എന്താണെന്ന് എഴുതിയിട്ട് ഈ പേരുകൾ മാത്രം എഴുതി വെക്കുക. ടൈപ്സ് ഓഫ് വേരിയബിൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പേരുകൾ മാത്രം എഴുതിയാൽ മതി. ഓക്കെ ആണോ? ഇനി അടുത്തത് ഇതേ ക്വസ്റ്റ്യൻ, ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്സ്പ്ലെയിൻ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. കണ്ടോ നമ്മൾ ഇന്ന് എടുത്തത്. അപ്പൊ സ്റ്റാറ്റി എന്താണെന്ന് എഴുതി 2-3 സെന്റൻസ് സ്റ്റാറ്റിയുടെ ഡെഫിനിഷൻ ഒരെണ്ണം നന്നായിട്ട് വൃത്തിക്ക് പഠിക്കുക. വർഷം പഠിക്കണമെന്നില്ല, പേരും ഡെഫിനിഷനും നന്നായിട്ട് പഠിച്ചേക്കുക. ഏതെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിൽ അതായാലും പഠിച്ചേക്കുക. സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്, 4 സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് എഴുതുക വിത്ത് എക്സാമ്പിൾസ് എഴുതുമ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് അടുത്ത പോയിന്റ് ആയിട്ട്, നമ്മൾ എപ്പോഴും പോയിന്റ് ആയിട്ടാണ് കേട്ടോ എക്സാം എഴുതുന്നത്. ഏത് എക്സാം ആയിക്കോ നിങ്ങൾ പോയിന്റ് വൈസ് എഴുതുക. അപ്പൊ ഞാൻ നോട്ട് തന്നേക്കണത് അതിനാണ്, പോയിന്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതേ പോയിന്റ് ഒന്നും എഴുതുന്നില്ല, നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് എന്തൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതാൻ പറ്റുമോ അതൊക്കെ എഴുതുക. അപ്പോൾ സ്കെയിൽസ് ഓഫ് മെഷർമെന്റിലെ എക്സാമ്പിൾ എഴുതുമ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ആക്കിയിട്ട് എഴുതാനായിട്ട് നോക്കുക. ഇനി എക്സ്പ്ലെയിൻ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി ഇന്നെടുത്തത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എന്താണെന്ന് എഴുതണം. അതിൽ 3 ടൈപ്സ് നമ്മൾ പറഞ്ഞു, സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ലൊക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഡിസ്പേർഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് കോറിലേഷൻ. അത് എഴുതി. ഇൻഫറൻഷ്യൽ ഏത് വേണം, പ്രൊസീജിയേഴ്സ് ഫുള്ള് എഴുതണം. എസ്റ്റിമേഷൻ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് കഴിയുന്നത് വരെ എഴുതണം. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. അപ്പൊ എന്ത് വേണം, ഇൻട്രഡക്ഷൻ പോലെ സ്റ്റാറ്റി എന്താണെന്ന് കൊടുത്തിട്ട് വേണം കേട്ടോ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് എഴുതാനായിട്ട്. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് എ ഫോക്കസ് ഓഫ് ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ആദ്യത്തെ അതേ ക്വസ്റ്റ്യൻ. എൻ്റെ അടുത്തത് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച്. ഇന്നലെ എടുത്തത് റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതുമ്പോൾ കോൺസെപ്റ്റുകളും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റോളും നല്ല വൃത്തിക്ക് എഴുതാം. എലൂസിഡേറ്റ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് വേണം, ഇൻഫറൻഷ്യൽ തൊട്ട് എഴുതി തുടങ്ങണം. കാരണം ഇൻഫറൻഷ്യൽ ഒരു പ്രൊസീജിയർ ആണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഇപ്പൊ ഇൻഫറൻഷ്യൽ ചെറുതായിട്ടൊരു ഇൻട്രഡക്ഷൻ പോലെ കൊടുത്ത് അതിലൊരു പ്രൊസീജിയറാണ്, 2 പ്രൊസീജിയേഴ്സ് ആണ് എസ്റ്റിമേഷനും ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗും എന്ന് പറഞ്ഞിട്ട് വേണം ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എഴുതാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ വേരിയസ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്സ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. എക്സാമ്പിൾ സഹിതം സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് എഴുതുക. ഓക്കെ ആണോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അപ്പോൾ ചാപ്റ്റേഴ്സ് നന്നായിട്ട് അപ്പൊ അന്ന് തന്നെ പഠിക്കാം. നമുക്ക് വേണമെങ്കിൽ എക്സാം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ, എക്സാം ആയിക്കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനെയർ ചോദിക്കാം അല്ലേ. എക്സാം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ടൈം ഉണ്ടാവില്ല. ഇപ്പോഴല്ല, ശരിക്കും സാറ്റർഡേസിൽ എക്സാം വെക്കാറുണ്ട്. ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറ്റർഡേ എക്സാം ഉണ്ടാവും. അപ്പോൾ എക്സാം ആണോ വേണ്ടത് അതോ ചോദ്യം ചോദിക്കുകയാണോ വേണ്ടത്, ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട്, നിങ്ങൾക്കൊന്ന് വായിച്ചൊന്ന് ഓർമ്മയിൽ വെക്കാനായിട്ട്. അപ്പോൾ എക്സാമിന് അതൊരു എളുപ്പമായിരിക്കും. ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതിയല്ലോ. അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് പാഠങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു റിവിഷൻ വെക്കാം. ഏതാ വേണ്ടത്? ഏതായാലും കുഴപ്പമില്ല. എക്സാം എന്താ പറയാ എഴുതുന്നതാണെങ്കിൽ മൊത്തം എഴുതേണ്ടി വരില്ലേ? എഴുതുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതുക എന്ന് പറയുമ്പോൾ ഫുള്ള് എഴുതിപ്പിക്കാറില്ല, പോയിന്റ് വൈസ് ആയിട്ട്. ഒരു ഹാഫ് ആൻ അവറിന്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 10 മാർക്കിൽ എന്ത് എഴുതാൻ പറ്റും, പോയിന്റ് വൈസ് ആണെങ്കിൽ പോയിന്റ്, പക്ഷെ എല്ലാ പോയിന്റുകളും ഉണ്ടായിരിക്കണം. അതായത് ഫുള്ള് എഴുതുന്നില്ല, മെയിൻ ആയിട്ട് കുറച്ച് കണ്ടന്റുകൾ ഉണ്ടായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ ഷോർട്ട് നോട്ട് എഴുതുന്ന കണക്കിന്
ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അങ്ങനെ രീതിയിൽ ആൻസർ ചെയ്യണം. അങ്ങനെയാണ് എക്സാം വെക്കാറ്. കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു സാറ്റർഡേസിൽ വേണമെങ്കിൽ ഇടയ്ക്ക് 1-2 ചാപ്റ്റേഴ്സ് വരുമ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കൽ വെക്കാം. അപ്പോൾ അതിനൊന്ന് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മളൊന്ന് വായിച്ചു നോക്കും, അല്ലെങ്കിൽ വീഡിയോ ഒന്ന് കാണുമെങ്കിലും കേൾക്കുമെങ്കിലും ഒക്കെ ചെയ്യും. അപ്പം അത് എനിക്ക് ചോദ്യം ചോദിക്കാനാണ് ഇഷ്ടം. പക്ഷെ എന്റെ എഴുതുന്നത് എനിക്ക് എന്താണ് അത്ര ഇത് നല്ലതല്ലെന്നാണ് എനിക്ക് തോന്നണേ. അപ്പം ഇടയ്ക്ക് വല്ലപ്പോഴും എഴുതിയിട്ട് നോക്കിയിട്ട് എപ്പോഴും വേണ്ട, എപ്പോഴെങ്കിലും ഒരിക്കലും ഒരു ടെസ്റ്റ് വെക്കാന്ന് അല്ലേ? ഞാൻ എഴുതുന്നത് ബെറ്റർ ആക്കാൻ വേണ്ടിട്ട് അത് നമുക്ക് ചെയ്യാം. ഇവിടെ എല്ലാവരും എഴുതാറുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ അവർക്കൊരു ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഇത്രത്തോളം എഴുതണം എന്നുള്ള ഒരു ഇത് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഞങ്ങൾ അങ്ങനത്തെ ഒരു എക്സാം വെക്കാറുണ്ട്. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. ഒരു 3-4 ചാപ്റ്റർ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വേണമെങ്കിൽ വെക്കാം. ഒരു 1-2 പ്രോബ്ലം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടെസ്റ്റ് വെക്കാം. അപ്പോൾ ഇത്ര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത്ര അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നാളെ നമുക്ക് 108 എടുക്കാം. ഇനിയിപ്പോൾ 7:30 ആയില്ലേ. എനിക്ക് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം 108 നാളെ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.